നമുക്ക് ഈ ഫുട്ബോൾ സ്പോർട്സായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സ്പോർട്സ് ഇഞ്ചുറീസ് കളിക്കിടയിൽ ഈ കുട്ടികളൊക്കെ പറ്റുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഇത് നമുക്ക് MES ചെയ്യാൻ പറ്റും. എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാ വർഷവും ഇതുപോലെ വെക്കേഷൻ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും സ്ഥിരമായി കോച്ചിങ് ക്യാമ്പും സംഘടിപ്പിക്കുന്ന കേരളത്തിലെ അപൂർവം ക്ലബ്ബുകളിൽ ഒന്നാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ഖാദർ അലി ക്ലബ്ബും MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും സംയുക്തമായി സ്പോർട്സ് മെഡിസിൻ ഫിസിയോതെറാപ്പി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഓർത്തോ സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ റിയാസ് അലി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ ഖാദർ അലി ക്ലബിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന അവധിക്കാല ഫുട്ബോൾ ക്യാമ്പിന്റെ ഭാഗമായാണ് ഏപ്രിൽ 6 മുതൽ 9 മുതൽ 16 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചത്. പെരിന്തൽമണ്ണ PTM കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ച ക്യാമ്പിന് ഇനി മുതൽ MES മെഡിക്കൽ കോളേജിന്റെ സഹകരണവും ലഭ്യമാകും. പെരിന്തൽമണ്ണ ഖാദർ അലി ക്ലബ്ബും MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കായി സ്പോർട്സ് മെഡിസിൻ ഫിസിയോതെറാപ്പി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഓർത്തോ സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ റിയാസ് അലി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഫിസിയോതെറാപ്പിസ്റ്റ് രമ്യ ഫിസിക്കൽ ആക്ടിവിറ്റികളുടെ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കായി MES മെഡിക്കൽ കോളേജ് ഫുട്ബോളുകളും ഫസ്റ്റ് എയ്ഡ് ബോക്സുകളും വിതരണം ചെയ്തു. എല്ലാ വർഷവും ഇത്തരത്തിൽ അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പുകൾ ഒരുക്കുന്ന കേരളത്തിലെ ഏക ക്ലബ്ബാണ് ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബ്. പുതിയ തലമുറയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതെന്ന് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബിനെ സംബന്ധിച്ച് 64 വയസ്സ് പിന്നിട്ട ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബ് എല്ലാ വർഷവും ഇതുപോലെ വെക്കേഷൻ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും സ്ഥിരമായി കോച്ചിങ് ക്യാമ്പും സംഘടിപ്പിക്കുന്ന കേരളത്തിലെ അപൂർവം ക്ലബ്ബുകളിൽ ഒന്നാണ്. അപ്പോൾ പുതിയ തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുപോലുള്ള ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പുകൾ നടന്നു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനിക്കാൻ ഞങ്ങളെ ഈ പ്രദേശത്തെ ഏകദേശം 80ഓളം കുട്ടികളാണ്, പാതായിക്കര പ്രദേശത്തെ 80ഓളം കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തു വരുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പിൽ പങ്കെടുത്തു വരുന്നത്. ഈ കഴിഞ്ഞ കാലത്ത് ഈ ഗ്രൗണ്ടിൽ കൂടി കളിച്ചു വളർന്ന ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബിലൂടെ കളിച്ചു വളർന്ന ഒരു പ്ലെയർ ഈ പെരിന്തൽമണ്ണക്കാരൻ ഈ പാതായിക്കരയിലുള്ള ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്ന ഒരാളാണ്. ഖാദർ അലി ക്ലബ്ബിലൂടെ ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാം, പെരിന്തൽമണ്ണക്കാർക്ക് അഭിമാനിക്കാം. കഴിഞ്ഞ 3 വർഷമായി സന്തോഷ് ട്രോഫി ടീമിന് ഗോൾ വലയം കാക്കുന്ന മുഹമ്മദ് അസ്സർ എന്ന ഫുട്ബോൾ താരം കളിച്ചു വളർന്ന ഒരു ഗ്രൗണ്ട് കൂടിയാണ് ഇത്. പെരിന്തൽമണ്ണയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സന്തോഷ് ട്രോഫി താരം ഉദയം ചെയ്യുന്നത്. അത് ഈ പാതായിക്കര ഈ ഗ്രൗണ്ടിലൂടെ കളിച്ചു വളർന്ന ഖാദർ അലി ക്ലബ്ബിലൂടെ കളിച്ചു വളർന്ന ഒരു ഫുട്ബോൾ താരം കൂടിയാണ്. പാതായിക്കര പ്രദേശത്തെ 80ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പിന്റെ ഭാഗമായി പരിശീലനം നേടുന്നുണ്ട്. സ്പോർട്സ് ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ അതിനാവശ്യമായ എല്ലാ ചികിത്സയും സൗജന്യമായി MES മെഡിക്കൽ കോളേജിൽ നിന്നും ലഭ്യമാകും. എത്ര വലിയ പരിക്കുകൾ സംഭവിച്ചാലും MES മെഡിക്കൽ കോളേജിൽ ചികിത്സ ഉറപ്പാക്കുമെന്ന് ഡോക്ടർ റിയാസ് അലി പറഞ്ഞു. നമുക്ക് ഈ ഫുട്ബോൾ സ്പോർട്സായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സ്പോർട്സ് ഇഞ്ചുറീസ് കളിക്കിടയിൽ ഈ കുട്ടികളൊക്കെ പറ്റുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഇത് നമുക്ക് MES ചെയ്യാൻ പറ്റും. എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഈ സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് ഒരു കാലിൻ്റെ മുട്ടിന് ആംഗിളിന് അങ്ങനത്തെ ഇഞ്ചുറീസൊക്കെയാണ് അധികം വരാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഇഞ്ചുറീസൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ട സജ്ജീകരണം എല്ലാം നല്ല ഇതിൽ ഫുൾ ഫ്ലെഡ്ജഡായിട്ടുള്ള സംവിധാനം നമുക്ക് അവിടെ ഉണ്ട്. അത് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഇതിന് ശേഷം എന്തും വരികയാണെന്നുണ്ടെങ്കിൽ അത് എത്ര കാലത്തേക്ക് എന്നുള്ള നമ്മൾ തീരുമാനം എടുത്തിട്ടില്ല. നമ്മൾ ഇതിന് ശേഷം അവർക്ക് അതുപോലത്തെ ഇഞ്ചുറീസൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അവരെ ഏറ്റെടുത്തിട്ട് അവർക്ക് വേണ്ട കാര്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് നമ്മൾ MES വാക്ക് കൊടുക്കുന്നുണ്ട്. ഖാദർ അലി ക്ലബ്ബുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്തുകൊണ്ടും സന്തോഷമാണ്. ഖാദർ അലി ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ 64 വർഷം ഞാനൊക്കെ എൻ്റെ ചെറുപ്പം മുതലേ കേട്ട് വളർന്നു വരുന്നതാണ് ഖാദർ അലി ഫുട്ബോൾ. അന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഫുട്ബോൾ 7 ടൂർണമെൻറ്റ് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ആണ് നമ്മൾ അറിയുന്നത് ഇങ്ങനത്തെ ഇവർക്ക് ക്ലബ്ബ് ഇങ്ങനത്തെ ചെറിയ കുട്ടികളെ ഫുട്ബോൾ അക്കാഡമി, കുട്ടികളെ പുതിയതായിട്ട് കുട്ടികളെ ഈ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഫുട്ബോൾ അക്കാഡമി, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അവരുടെ കൂടെ പ്രവർത്തിക്കാൻ നമുക്ക് അത്രയും സന്തോഷമാണ്. ഖാദർ അലി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അവധിക്കാല ക്യാമ്പിലൂടെ നിരവധി പ്രതിഭകളെ പെരിന്തൽമണ്ണയ്ക്ക് സമ്മാനിക്കാനായിട്ടുണ്ട്. കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റുന്ന പെരിന്തൽമണ്ണക്കാർക്കായി ഇനിയും പുതിയ താരങ്ങൾ ഇത്തരം ക്യാമ്പുകളിലൂടെ ഉയർന്നു വരും എന്നതിലും സംശയമില്ല. കോച്ചായ ഷബീർ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. ചടങ്ങിൽ ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർ അഭിജിത്ത്, ED കോർഡിനേറ്റർ അനൂപ്, പാതായിക്കര CH കലാ സാംസ്കാരിക സമിതിയുടെ ഭാരവാഹികളായ കുന്നത്ത് സലാം, പച്ചേരി ജലാൽ, കുട്ടീരി മൂസ, കോച്ച് ഷബീർ മാസ്റ്റർ, കുന്നത്ത് യൂനുസ്, മേലേതിൽ മുനീർ, തെക്കത്ത് ഉസ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ.
കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.